ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേസിക് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് എല്ലാവിധ ചോക്ലേറ്റ് കേക്കിനും തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണ് കേട്ടോ ഞാനിവിടെ നിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ഓവനിലൊന്നുമല്ല ചെയ്യുന്നത്, ഓവനില്ലാതെ തന്നെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മളോട് കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരൊക്കെ ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാത്തി ഹായ്, അതുപോലെ സലീം പി ടി ഹായ്, നിയ അനൂപ് ബ്ലോഗ്സ് ഹായ്, നാജി ഹായ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് ഇതെപ്പോഴും ആദ്യം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1 kg കേക്കിനുള്ള ബേസിക് സ്പോഞ്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് 1/2 കപ്പ് മൈദയാണ് അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുക. എല്ലാവരും ചോദിക്കാറുണ്ട് ബേക്കിംഗ് സോഡ വേണ്ടേന്ന്. പക്ഷേ നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് ബേക്കിംഗ് സോഡ ഞാൻ ആഡ് ചെയ്യാറില്ല. എഗ്ഗ്ലെസ് കേക്കിലേക്ക് മാത്രമേ ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കമ്പൈൻ ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല, എവിടെയും വെള്ളം ഉണ്ടാകാൻ പാടില്ല, മുട്ടയിലൊന്നും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. എന്നിട്ടൊരു 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് ഇതിൽ 500 ഗ്രാമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കേക്ക് ക്രീമൊക്കെ ഐസിങ് ചെയ്തൊക്കെ വരുമ്പോഴാണ് 1 kg ആയിട്ട് വരിക. പിന്നെ ആ ഒരു മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു 40 സെക്കൻഡ് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽട്ടായി ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാര മെൽട്ടായെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങളുടെ പഞ്ചസാര വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചിട്ട് 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ബാറ്റർ ലൂസായി പോകും. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കിനി സ്പാച്ചുല വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഓവറായിട്ട് കുത്തി ഇളക്കിയിട്ട് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് പോയിട്ട് അത് താഴ്ന്നു പോവും, ലൂസായിട്ട് പോവും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും കേട്ടോ കേക്കിൻ്റെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടൊരു 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതുപോലെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് റിങ് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ ഞാനിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഫസ്റ്റത്തെ ഒരു 2 മിനിറ്റ് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഗ്യാസ് ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. എൻ്റേതൊരു 25 മിനിറ്റ് ആയപ്പോഴേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത ശേഷം ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ട്. അതുപോലെ നല്ല ഹൈറ്റിലും കിട്ടിയിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ ആകുമ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഇത് ലെയർ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് 3 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഐസിങ് ഒക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. ഐസിങ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ 3 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കേക്ക് ലെയറാക്കി എടുക്കാമെന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്